അപ്പോൾ നമുക്കിന്ന് നല്ല അടിപൊളി കല്ലുമ്മക്കായ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതിനെ നല്ലോണം കഴുകിയെടുത്ത് ഒരു കല അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് കല്ലുമ്മക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് പയ്യെ ആവിയേറ്റെടുത്താൽ മതി. ഒന്ന് പയ്യെ ആവിയേറ്റുമ്പോൾ തന്നെ അത് പൊട്ടി വരും. നമ്മൾ കക്കയൊക്കെ ചെയ്യണ പോലെ തന്നെയാണ്. നന്നായിട്ട് കഴുകണം, മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെ, നമ്മളതിനെ നല്ല കലത്തിലിട്ട് ഇനി നമുക്കതിനെ മൂടി വെച്ച് ആവിയേറ്റാം. എന്നിട്ട് ഒന്ന് പയ്യെ ആവി ഒന്ന് പൊട്ടിയിട്ടില്ല, ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കണ്ടോ, അപ്പോൾ നമ്മുടെ എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളതിനെ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് പറിച്ചെടുക്കാം കേട്ടോ. നമ്മളതിനെ പറിച്ചെടുത്ത് ഇനി നമുക്ക് അതിൻ്റെ അകത്ത് കക്കയുടെ പോലെ തന്നെ കുറച്ച് അഴുക്കുണ്ട്. ആ അഴുക്ക് അങ്ങോട്ട് എടുത്ത് കളയണം. കക്കയുടെ കുഞ്ഞഴുക്കായത് വലിയ അഴുക്ക്, പക്ഷേ ഇത് എടുക്കാൻ എളുപ്പമാണ് കേട്ടോ. വലുതായതുകൊണ്ട് അങ്ങനെ ഇതായി പോകുമൊന്നുമില്ല. എടുത്ത് കളയാം. എല്ലാത്തിൻ്റെയും നല്ലോണം എടുത്ത് കളയണം കേട്ടോ, അല്ലേ മണ്ണൊക്കെ കടിക്കുകയോ. നമുക്കതിനെ എല്ലാത്തിനെയും ക്ലീൻ ചെയ്യാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ, അതും കൂടി അങ്ങ് എടുത്ത് കളയാം. കൂടി അങ്ങ് വലിച്ച് സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. കഴിഞ്ഞിട്ട് നമ്മളതിനെ നല്ലോണം കഴുകി എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അഴുക്ക് മണ്ണ് കടിക്കും ചിലപ്പം. അത് നമുക്ക് കുറച്ച് മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, എന്നിട്ട് ഇത്രയും പുരട്ടി വെച്ചിട്ട് നമുക്കതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ റബ്ബർ പോലെ ആയിപ്പോവും. ഒത്തിരി ഫ്രൈ ചെയ്യരുത്. അപ്പോൾ നമ്മളതിനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇഷ്ടം പോലെ മസാലയൊക്കെ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം. എന്നിട്ട് നമ്മളതിനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാള വാട്ടിയെടുക്കണം. ഒരു സവാള വാട്ടിയെടുത്തിട്ട് അതിനകത്ത് ഇച്ചിരി മഞ്ഞളും കുരുമുളക് പൊടി ഇടാം കേട്ടോ. എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം. എന്നിട്ട് നമ്മളെ മസാല നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കല്ലുമ്മക്കായയും കൂടി ഇട്ട് കൊടുത്ത് രണ്ടും കൂടി ഒന്ന് യോജിച്ച് വന്നു കഴിയുമ്പോൾ കറിവേപ്പിലുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പും ഇതൊക്കെ നോക്കണം കേട്ടോ. ഇതിന് ഒത്തിരി ഉപ്പ് ഒഴിക്കരുത്. ഒത്തിരി ഉപ്പ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പെട്ടെന്ന് ഉപ്പ് കൂടിപ്പോണ സാധനമാണ്. അപ്പോൾ അതേ നമ്മുടെ കല്ലുമ്മക്കായ അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്തിരി കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് എന്നിട്ട് നമുക്ക് ഇതിലോട്ട് മാറ്റാം. നമ്മുടെ കല്ലുമ്മക്കായ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്.